ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഇടവിട്ടായാലോ അപ്പോൾ വീഡിയോ കേട്ടോ ഞാൻ ചെയ്യണത്. എന്നും വീഡിയോ ഇടാൻ പറ്റണില്ല. എന്നും വീഡിയോ ഇടണം എന്നിങ്ങനെ വിചാരിക്കാന്നല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനിപ്പം ചെറുതായിട്ടൊരു പണിക്ക് പോയി തുടങ്ങിനേ. അപ്പോൾ അത് കുറച്ച് ദിവസത്തിനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് രാവിലെ പണിത്തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് വീഡിയോ എടുക്കാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയമൊക്കെ വേണ്ടേ. ഫോൺ അങ്ങോട്ട് വെച്ച് അന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചൊക്കെ സമയം വേണം. അപ്പോൾ അതൊന്നും ഇപ്പോൾ പറ്റില്ല കേട്ടോ. അപ്പോൾ സത്യം പറയിച്ചപ്പം പണിക്ക് പോകാൻ തുടങ്ങിയതിൻ്റെ ശേഷം രാവിലെ എണീക്കലൊക്കെ കുറച്ച് നേരം വൈകിട്ടാണ്. അപ്പം ആ നേരം വൈകിയ സമയത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനും അടുക്കളയിലെ പണികൾ കഴിയാനും ഒക്കെ കൂടി എനിക്ക് പറ്റണില്ല കേട്ടോ. അത് ഒരു ക്ഷീണം കാരണമാണ് സത്യത്തിലെ. പണിക്ക് പോയി വന്നപ്പോൾ എനിക്ക് ഇപ്പം പണ്ടത്തെ പോലെ അങ്ങോട്ട് ആ ഒരു എനർജി ഒന്നും കിട്ടണില്ല വീട്ടിലെ പണികളെല്ലാം കൂടി പെട്ടെന്ന് ചെയ്ത് തീർക്കാനൊന്നും. കാരണം അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് രാവിലെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. അപ്പം ഞാൻ വിചാരിച്ച് കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഞായറാഴ്ച മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ആ ഇടയിലുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നും നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വീഡിയോ ആയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമില്ല. പിന്നെ പുറത്ത് പോയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഉത്സവ സീസണൊക്കെ ആയതുകൊണ്ട് ഉത്സവത്തിനൊക്കെ ഇടയ്ക്കൊക്കെ പോണ വീഡിയോസൊക്കെ ഇടലുണ്ട്. അപ്പോൾ അതും ആർക്കും കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടും മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാവും അങ്ങനെയുള്ള വീഡിയോസ് ഇട്ടാലും എന്താ പറയുക ശ്രദ്ധയൊന്നും എത്തിപ്പെടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോസും പിന്നെ ഇടലൊക്കെ കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചതാട്ടോ. പിന്നെ ഇനി കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇടാമെന്ന് വിചാരിച്ച്. അതിന് ഭയങ്കരമായിട്ടുള്ള ഐറ്റംസ് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അന്ന് നമ്മൾ നമുക്ക് ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് റെഡിയാക്കണതൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കലേ. അല്ലാതെ പല ഐറ്റംസ് സാധനങ്ങളും പല 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 പലഹാരങ്ങളും അങ്ങനെ ഉണ്ടാക്കുന്നതൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചില സമയങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ എന്താ പറയുക ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് എല്ലാവരെയും നമുക്ക് നിർബന്ധിച്ച് കാണിക്കാനൊന്നും പറ്റില്ല. അപ്പം ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്ന് നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു 100 ആൾ കണ്ട അതന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ 100 ആൾക്കാരൊക്കെ നമ്മൾ ചാനൽ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇത് നമുക്ക് ഭയങ്കരമായിട്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളെ പോലെയുള്ള ഈ കുഞ്ഞു ചാനലൊക്കെ ഉള്ളവർക്ക് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. കൂടുതൽ വ്യൂസും കാര്യങ്ങളല്ല ഒരു 100 150 അങ്ങനെ ഒരു ആ അളവിൽ ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ആവലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നതാണ്. ആരും മൈൻഡ് ചെയ്യാതെ ഒന്നും പോകണില്ലല്ലോ എന്നും വിചാരിക്കും ചില സമയങ്ങളിൽ കേട്ടോ. അപ്പം അതും ഒരു സന്തോഷം. അപ്പോൾ ഞാൻ ഇന്ന് സത്യത്തിൽ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ എനിക്ക് ഒരാളൊരു കുഞ്ഞു സമ്മാനം തന്നു കേട്ടോ. കുറച്ച് മുന്നേ 2-3-4 ദിവസമായി. അപ്പോൾ ഞാനത് വെച്ചിട്ട് വീഡിയോ ചെയ്യണം എന്നിങ്ങനെ കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനൊരു മൂഡില്ല എന്നുള്ളത്. രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരത്തിന് എത്തുന്നുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതിമയാ സത്യം പറയാ വെച്ചാൽ കേട്ടോ. അത് എന്തുകൊണ്ടാണോ നിരാശ കൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്ക് പറയാനറിയില്ല. അപ്പം ഞാൻ അതെന്താ സാധനം എന്നൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. എന്താ വെച്ചാൽ എനിക്ക് സമ്മാനം കിട്ടിയത്. അപ്പം ആ ആൾ എനിക്ക് നല്ലോണം ആത്മാർത്ഥമായിട്ട് തന്നതാട്ടോ. അപ്പം ഞാൻ വീഡിയോയിൽ അതിപ്പോൾ കാണിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്ര ചെറിയൊരു സംഭവമാണ് ഇത്ര വലുതാക്കി പറയുന്നതെന്ന്. പക്ഷെ അതൊക്കെ കുറച്ച് നല്ല വലിയൊരു സംഭവമാട്ടോ. അപ്പം ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം ആ സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പം ആ സംഭവമാണ് ഈ സംഭവം കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതെന്താ വെച്ചാൽ ഒരു നൈറ്റിയാണ് കേട്ടോ. നൈറ്റി നല്ല അടിപൊളിയായിട്ട് നല്ല കളറാണ്, നല്ല വയലറ്റ് കളറൊക്കെയാണ്. അപ്പോൾ ഇത് സംഭവം ആര് തന്നതാണെന്ന് വിചാരിച്ചാൽ ഞാൻ അമ്മ ആശുപത്രിയിലൊക്കെ ആവാത്ത സമയത്ത് ഒരു വീട്ടിൽ ഇങ്ങനെ കുറച്ച് അടുക്കളയിലൊക്കെ സഹായിക്കാനായിട്ട് പോയിട്ടുണ്ടേനി എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഒക്കെ ഇട്ടതാട്ടോ. അത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ ആ വീട്ടിൽ കുറച്ച് കാലം പോയി. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖമൊക്കെ വന്നപ്പം പെട്ടെന്നാണല്ലോ അമ്മയ്ക്ക് അസുഖമായി കാര്യങ്ങളൊക്കെ ആയി ആശുപത്രിയിൽ തന്നെ ആയി പോകലും വരവൊക്കെ ആയതിന് ശേഷം പിന്നെ അമ്മേൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ റേഡിയേഷനൊക്കെ കഴിഞ്ഞേരം എനിക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല ആ വീട്ടിൽ. അപ്പോൾ അവിടെ ഒരു ചേച്ചിയും ചേച്ചീൻ്റെ ഭർത്താവും മാത്രമാണ്. അപ്പോൾ ചേച്ചീൻ്റെ ഭർത്താവിനെ അപ്പാന്നും വിളിക്കും, ചേച്ചീനെ ചേച്ചിയെന്നും വിളിക്കും.
അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹമൊക്കെ കേട്ടോ. ഓർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടേനി, എനിക്ക് ഓരെയും ഭയങ്കര ഇഷ്ടേനി. പക്ഷേ അമ്മേൻ്റെ സർജറി കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. അമ്മനെ ഇട്ടിച്ചിട്ട് പോകണ്ട എന്നുള്ള രീതിക്ക് ഞാൻ ആ പണി ഒഴിവാക്കിട്ടോ. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ പോയിട്ടില്ല അവിടെ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഒരുപാട് പണി അന്വേഷിക്കലും കാര്യങ്ങളൊക്കെ ആയി. ചില സ്ഥലങ്ങളിൽ എനിക്ക് 2 ദിവസത്തെ പണി കിട്ടും, ചില വീട്ടിലൊക്കെ ഇങ്ങനെ 2 ദിവസത്തെ പണി, അങ്ങനെ എന്തെങ്കിലും ചെറിയ പണികളൊക്കെ കിട്ടലുണ്ട്. അങ്ങനെ ഇപ്പം കുറച്ചൊരു 10 ദിവസത്തിന് ഇപ്പം എനിക്കൊരു കുട്ടീനെ നോക്കാനുള്ള ഒരു പണി കിട്ടീന്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ പോകാനായിട്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ഇടണമെന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാക്സി തന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ആദ്യം പോയ വീട്ടിലത്തെ ഈ ചേച്ചി തന്നതാട്ടോ. അപ്പോൾ ഞാൻ ഇന്നാളൊരു ദിവസം അവിടെ പോയി, കുറേ ആയിട്ട് ഇങ്ങനെ കാണണം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് തന്നെ. അവയ്ക്ക് പോകാൻ സത്യമായിട്ട് സമയം കിട്ടലില്ല, പിന്നെ ഞാൻ പോവലും ഇല്ല. ഒരെന്നെ അങ്ങോട്ട് മറന്നോട്ടേ എന്ന് ഞാൻ വിചാരിച്ചതാട്ടോ സത്യമായിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് വിളിക്കാനും ശ്രമിക്കലില്ല, കാരണം ഓല് എന്നെ മറന്ന് അങ്ങോട്ട് പോകട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ മറന്നുപോയാൽ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ എന്ന് ഞാനും വിചാരിച്ചേ. അപ്പം ഒരിടയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കും, ഇജി എന്നെ ഞങ്ങളെ മറന്നില്ലേ, ഞങ്ങൾ എന്താണ് അന്നെ ഒഴിവാക്കിയതൊന്നുമല്ലല്ലോ, ഇജി അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട് പണി നിർത്തിയിട്ട് പോയതല്ലേ, അല്ലാതെ ഇജി എന്താ ഫോണ് വിളിക്കാത്തത് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടം കേട്ടോ. കാരണം ഒരു ഞാനും അത്രയ്ക്ക് നല്ല കട്ട കമ്പനി, നല്ലതാണ്, എന്തുണ്ടെങ്കിലും എന്നോട് പറയാനും ഞാൻ എന്തിൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ചേച്ചിനോട് പറയാനൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടേനിട്ടോ ഞങ്ങൾ രണ്ടാളും. അപ്പം ഒരപ്പനും അപ്പനും ചേച്ചി മാത്രമേ ഉള്ളൂ അവിടെ. മക്കളൊക്കെ വിദേശത്തായിട്ടും പിന്നെ അടുത്ത് മക്കളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ പേരും കാര്യങ്ങളും ഒന്നും ഞാൻ പറയില്ല കേട്ടോ, അതൊന്നും ചിലപ്പം ഓരോ മക്കൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അപ്പോൾ അതൊന്നും ഞാൻ പറയണില്ല. അപ്പം ഞാൻ നാളൊരു ദിവസം അനീഷേട്ടനോട് പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ കുട്ടീനെ നോക്കി വരുന്ന വഴി അതിലെയാണ് വരിക. അപ്പം ഞാൻ അനീഷേട്ടൻ ഒരു ദിവസം കൂട്ടാൻ വന്നപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു, ഇജി ഒന്ന് ചേച്ചീൻ്റെ അടുത്ത് കയറി നോക്കുന്നത്, കാരണം ചേച്ചിക്ക് ഒരു സംഭവം ഉണ്ട് എൻ്റെ അടുത്ത് കൊടുക്കാനായിട്ട്. അത് ഞാൻ ഇപ്പോൾ പറയില്ല കേട്ടോ, സസ്പെൻസ് ആയിട്ടൊന്നല്ല, അത് ഞാൻ പബ്ലിക്കായിട്ട് പറയില്ല. ഒരു കുഞ്ഞു സംഭവം ഉണ്ട് കേട്ടോ, അത് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു സാധനമാണ്. എനിക്കത് ചേച്ചിക്ക് കൊടുക്കണം എന്നുള്ള എൻ്റെ ഒരു ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ്. അപ്പം ഞാനത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പം ചേച്ചിക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് കുറേ ആയി, 2-2.5 മാസത്തിൻ്റെ അടുത്തായിട്ടോ. അപ്പം ഞാനത് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി. അനീഷേട്ടൻ പറഞ്ഞു, ചേച്ചി വേഗം പോയിട്ട് അത് കൊടുത്തിട്ട് വാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പം ചേച്ചീനെ വിളിച്ചപ്പം ചേച്ചി വാതിലൊക്കെ തുറന്ന് വന്ന്. അപ്പം ഞാൻ ചേച്ചിക്ക് ആ സംഭവം കണ്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും നാളും ഞാനിത് വരണം എന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് അറിയില്ല, വരാനും മനസ്സില്ല, പിന്നെ എല്ലാം കൊണ്ടും ഒരു ടെൻഷനും കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ചേച്ചി പറഞ്ഞു, എന്തെന്നെയായാലും ചേച്ചി ഇടയ്ക്കൊന്ന് വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വരും ചെയ്യും, വിളിക്കും ചെയ്യും എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചേച്ചി ഇറങ്ങി പോവല്ലേ പറഞ്ഞല്ല, അനീഷേട്ടൻ അവിടെ കാത്തിക്കുന്നുണ്ട്, ഞാൻ പോവാണ് ചേച്ചി, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഒരുപാട് പണികളൊക്കെ ഉണ്ട് പറഞ്ഞു. അവൻ ചേച്ചി ഇറങ്ങി പോവല്ലേ, ഞാൻ അനക്ക് വേണ്ടിയിട്ട് ഒരു സാധനം അവിടെ വാങ്ങി വെച്ചതാണ്, അത് അനക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എടുത്തു തന്നൊരു സംഭവമാണ് കേട്ടോ, അത് സത്യമായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുകയാണ്, പക്ഷേ ഇതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പുതിയൊരു മാക്സി എന്ന് പറയുന്നതില്ലേ, അത് എത്ര ചെറിയ സമ്മാനമായാലും നമ്മളെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ തരുന്നതല്ലേ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, എനിക്കൊരു മാക്സി വാങ്ങി തന്നത്. ഞാൻ അപ്പം തന്നെ വീട്ടിൽ വന്നേരായിട്ട് ഞാൻ ചേട്ടന് കാട്ടി കൊടുത്തു. ഞാൻ അത് കയ്യിൽ കവറിലാക്കിയിട്ടാണ് ചേച്ചി തന്നതൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ വിചാരിച്ചു, ഇത് വെച്ചിട്ടൊരു കുഞ്ഞ് വീഡിയോ ചെയ്യണമെങ്കിൽ കിട്ടിയൊരു കുഞ്ഞ് സമ്മാനമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതൊരു വീഡിയോ ആക്കിയിട്ട് ഇന്ന് ചെയ്യാണ്. അപ്പം നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് എനിക്ക് മനസ്സിലായിട്ടോ, സത്യം പറയുക. കാരണം ഇതൊക്കെ വലിയൊരു സംഭവമാണ് എനിക്ക്. അപ്പം പിന്നെ ആരും വാങ്ങി എന്താ പറയുക, നമുക്ക് പുറമേ നിന്നൊന്നും അങ്ങനെ ആരോടും കിട്ടാനായിട്ടോ ഒന്നുമില്ല. അപ്പം ചേച്ചി ഇത് വാങ്ങി തന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ വന്ന്. അപ്പം സംഭവം എന്തായാലും സൂപ്പറാണോ അല്ലേ നിങ്ങളും കൂടി ഒന്ന് പറയണം. കണ്ടിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങളും കൂടി ഒന്ന് പറയണം സെറ്റാണോ എന്നുള്ളത്. സംഭവം അടിപൊളിയായിട്ടോ, അമ്മയും പറഞ്ഞേ നല്ല രസമുണ്ട് കാണാൻ, നല്ല കളറൊക്കെ ആണ്. അപ്പം ഇനി ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാനൊക്കെ ഉണ്ട്. കൈ കുറച്ചൊന്ന് വെട്ടി ഒഴിവാക്കാണ്ട് ഒന്നിത്തിരി ഷേപ്പാക്കാനും. കഴുത്തൊക്കെ നല്ല അടിപൊളി കറക്റ്റാണ് ഇട്ട് നോക്കിയപ്പോൾ. പിന്നെ ഓവർ ഷേപ്പാക്കാനൊന്നുമില്ല, ഓവർ വണ്ണമില്ലാത്തൊരു മാക്സിയാണ്.
കുഴപ്പമില്ല. അപ്പം അടിയും ഒന്ന് വെട്ടിയടിക്കണം, അതൊക്കെ ഞാൻ തന്നെ ചെയ്തു. എനിക്ക് മെഷീനൊക്കെ ഉണ്ട്, ഞാൻ കുറച്ച് തയ്യലൊക്കെ പഠിച്ചതാണ്. പക്ഷേ ഡിസ്കിൻ്റെ പ്രോബ്ലം കാരണം എനിക്ക് അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പുറമെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സാങ്കേതിക പണികളൊക്കെ ഇതുമിലുണ്ട്, അതൊക്കെ ചെയ്യണം. ഒഴിവ് കിട്ടുമ്പോൾ ഞാനതൊക്കെ ചെയ്യും. അപ്പം ഇത് കണ്ടപ്പം എനിക്ക് എന്താ അറിയോ, എനിക്കൊരു ചുരിദാറൊക്കെ കിട്ടിയ ഭയങ്കര ഫീലിങ്സ്. കാരണം ഇതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ എവിടേക്കും പോകുമ്പോഴൊന്ന് എടുത്തിടുള്ളൂല്ലേ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഒന്ന് എന്താ പറയുക, ഒന്ന് ഇത് കിട്ടുകയാണെങ്കിൽ ചുരിദാറിനെക്കാട്ടിയും വലുതാണ് ഒരു മാക്സി ഇങ്ങനത്തെ കിട്ടുക പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. അപ്പം ഇത് അങ്ങനെയുള്ള ഒരു പണിപ്പുരയിലേക്കൊക്കെ കയറ്റണം. അതിന് ഞാനിപ്പോൾ പോകണ പണി ഇനി കുറച്ച് ദിവസത്തിനും കൂടി ഉണ്ട്. ആ പണി കഴിഞ്ഞാൽ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പം ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കും. പിന്നെ എനിക്ക് വേറെ എവിടെയെങ്കിലും പണി കിട്ടിയിട്ട് വേണം പണിക്ക് പോകാനായിട്ട്. അപ്പം അനീഷേട്ടൻ മാത്രം പോയതുകൊണ്ട് കാര്യമായില്ലല്ലോ. ഒരുപാട് കാര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ അല്ലേ നമ്മളെ ജീവിതത്തിലെ. നമുക്ക് ഒരുപാട് കാലം മുന്നോട്ട് പോവാണ്ട്. ദൈവം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകണം. മക്കളെ കാര്യങ്ങൾ നോക്കാണ്ട്, മക്കൾ പഠിക്കുന്നുണ്ട്, ഓരോ പഠിപ്പ് കാര്യങ്ങൾ, നമുക്ക് പല ആവശ്യങ്ങളും മുന്നോട്ടുണ്ട് കേട്ടോ. അപ്പം ദൈവം കണ്ടറിഞ്ഞ് എനിക്കൊരു പണി തരണം. അതും എനിക്ക് എടുക്കാൻ പറ്റിയ, എനിക്ക് എടുക്കാനാവതുള്ളൊരു പണി തരണം. അതേപോലെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് ഒരു കുഞ്ഞു പണി കിട്ടാനായിട്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ഓവർ വിദ്യാഭ്യാസമുള്ള പണികളൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ വീട്ടിലെ പണികൾ, ഇങ്ങനെ എന്തെങ്കിലും ഷോപ്പിൽ പോകാനുള്ളൊരു പണികൾ, അങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ വലിയ കസേരകളിൽ പോയി ഇരുന്നിട്ടുള്ള പണിയൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പണി കിട്ടിയാൽ നമ്മളെ ജീവിതം മുന്നോട്ട് പോകും. അപ്പം ഇതൊക്കെ വീഡിയോയിൽ വന്ന് പറയാൻ എനിക്കൊരു കുറച്ചിലില്ല കേട്ടോ. കാരണം നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നുമല്ല, സാധാരണക്കാരാണ്. അപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ട് സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഒരു സിമ്പതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് നമ്മളെ സന്തോഷത്തിൻ്റെത് പങ്കുവെച്ചെന്നുള്ളൂ. നമുക്ക് ആരും സിമ്പതിയും വേണ്ട, എല്ലാവരും പ്രാർത്ഥനയും സന്തോഷവും മാത്രം മതി. അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഞാനിപ്പോൾ ദാ ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചോറുണ്ടാക്കിയപ്പം കുറച്ച് തിരുമ്പാനുള്ളത് മിഷനിലിട്ടിന്. പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ കേട്ടോ, 4 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് മേലൊക്കെ കഴുകി വൃത്തിയാവട്ടെ വിചാരിച്ചു. അങ്ങനെ മേലൊക്കെ കഴുകി കഴിഞ്ഞപ്പം ഒരു കൊട്ടൊക്കെ എടുത്ത് തൊട്ട് കുറച്ച് സിന്ദൂരൊക്കെ പിന്നെയും തൊട്ട് എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ചോറ് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അമ്മ അപ്പം വരും, അനീഷേട്ടപ്പം വരും, അഭിമോൻ താഴെ കളിക്കാൻ വേണ്ടി പോയിന്, നന്ദമോള് ട്യൂഷന് പോയിന്. അപ്പം മിഷനിലിട്ടതൊക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് അലാറം അടിച്ചത്. ഞാൻ അത് പോയിട്ടൊന്ന് ആറിടാണ്ട് അങ്ങനെ. പിന്നെ അനീഷേട്ടൻ വരുമ്പോഴാണ് മീൻ കൊണ്ടുവരിക, അത് കൊണ്ടുവന്ന് കറി വെക്കണം, ഇവർക്ക് ചോറ് കൊടുക്കണം. അങ്ങനെ വീട്ടിൻ്റെ എല്ലാ ചെറുതായ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാവരും ചെയ്യണതാണ്, ഞാൻ മാത്രമായിട്ട് ചെയ്യണതല്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ഞാൻ പിന്നെയും പറയുകയാണ്, എല്ലാവരും ഈ പെണ്ണ് എന്താ ഇതൊക്കെ പറയണത്, ഞങ്ങളൊക്കെ ഇതന്നെ ചെയ്യണമല്ലേ, ഞങ്ങളും പണിക്കൊക്കെ പോകില്ലേ വിചാരിക്കും. അങ്ങനെയൊന്നല്ല കേട്ടോ, ആരും തരം താഴ്ത്തി പറയുകയല്ല. എല്ലാവരും പണിക്ക് പോണവരാണ്. എല്ലാവർക്കും പണി കഴിഞ്ഞാൽ വീട്ടിൽ വന്നാലും പണി ഉണ്ടാവും. പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്ക്. ആണുങ്ങൾക്ക് അത്രയ്ക്കൊന്നും പണി ഉണ്ടാവില്ല, എന്നാലും ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുന്ന ആണുങ്ങളും ഉണ്ടാവും. അതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെ കേട്ടോ. ഇവിടെ വന്നാലും അനീഷേട്ടൻ വന്നാലും അനീഷേട്ടനോട് കഴിയുന്ന സഹായങ്ങളൊക്കെ അനീഷേട്ടനും ചെയ്തു തരലുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ. കൂടുതലായിട്ട് വലിയ വിശേഷങ്ങളൊന്നും ഇപ്പോൾ ഈ കുടുംബത്തിലില്ല. നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരുപാട് ദോഷം സമയങ്ങളൊക്കെ ഇനി നമ്മൾ കഴിഞ്ഞ 2023 ഈ 2024 നല്ലൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ദൈവം കണ്ടറിഞ്ഞു തരുമായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി മുന്നോട്ടേക്ക് പോവുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക, എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ബൈ.